മലയാള സിനിമ സീക്വൽസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 500 കോടി ബിസിനസ് നേടാൻ 3 സീക്വൽ മലയാള സിനിമകൾക്ക് കഴിഞ്ഞു എന്ന് ആർക്കൊക്കെ അറിയാം? 500 കോടിയോ? തള്ളാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? വെറും 50 കോടി സ്വപ്നം കണ്ട് നടന്നിരുന്ന മലയാളം ഇൻഡസ്ട്രി ഇപ്പൊ മിനിമം പോസിറ്റീവ് വന്നാൽ 100 കോടിയും ഹൈ പോസിറ്റീവ് വന്നാൽ 250 കോടിയും ഒക്കെ അടിക്കുന്ന ഇൻഡസ്ട്രി ഒക്കെയായി മാറി. ഇതിനൊക്കെ എന്തായിരിക്കും കാരണം? പാർട്ട് 2 പാർട്ട് 3 ഇറക്കി പണം വാരുന്ന ഇതിന്റെ മാജിക് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിന്റെ ടെയിൽ എൻഡിൽ വെറുതെ ഒരു സെക്കൻഡ് പാർട്ട് കണക്ഷൻ വെക്കുന്നത് ഇപ്പൊ ഒരു ട്രെൻഡാണ്. അതിപ്പോ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയ പടങ്ങൾ പോലും സെക്കൻഡ് പാർട്ട് ഇറക്കി ഹിറ്റ് ആക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ആശുറും ടീമും വന്ന് അടിച്ചു വെച്ച ഇൻഡസ്ട്രി ഹിറ്റ് വെട്ടിക്കാൻ ഒരു മാസം തികച്ചു വേണ്ട എന്ന് ആർക്കെങ്കിലും അറിയാമോ? ജോർജ് കുട്ടിയുടെ വരവിനായി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇൻഡസ്ട്രി ഇത്രമാത്രം വളരാൻ സീക്വൽ സിനിമകൾ എത്രമാത്രം സഹായിച്ചിട്ടുണ്ടാവും? 1971 ഇറങ്ങിയ ഒരു സിനിമയാണ് ഈ സീക്വലിന്റെ തുടക്കം മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും 1959 ഇറങ്ങിയ ഒരു പടത്തിന്റെ സെക്കൻഡ് പാർട്ട്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹേസന. ഇവിടെ നമ്മൾ അധികമാരും സംസാരിച്ചിട്ടില്ലാത്ത സിനിമാ വിശേഷങ്ങളെ പറ്റി സംസാരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മലയാള സിനിമയിലെ ഈ സീക്വൽ ഫീവറിനെ കുറിച്ചാണ്. നമ്മുടെ ഇൻഡസ്ട്രി ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഈ ട്രെൻഡിലേക്ക് മാറിയത്? എവിടെയാണ് ഇത് തുടങ്ങിയത്? ലെറ്റ്സ് ഗോ, നമുക്ക് നോക്കാം. ലാസ്റ്റ് മന്ത്, അതായത് മാർച്ചിലും ഈ മാസം ഏപ്രിലുമായി 3 സീക്വൽ സിനിമകളാണ് മലയാളം ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയത്. ആദ്യം ഇറങ്ങിയത് ആട് 3 ആയിരുന്നു. മാർച്ച് 19 ഈ സിനിമ റിലീസായത്. ബോക്സ് ഓഫീസിൽ പരാജയമായ ആട് ഫസ്റ്റ് പാർട്ടിന്റെ 3ാമത്തെ ഇൻസ്റ്റാൾമെന്റ്. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിന് കിട്ടിയ വലിയ സ്വീകരണം വീണ്ടും മൂവി ഇറക്കാൻ പ്രൊഡ്യൂസറിന് പ്രചോദനമായി. 120 കോടിയോളം ഷാജി പാപ്പനും കൂട്ടരും ബോക്സ് ഓഫീസിൽ നിന്ന് വാരി. ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു. മെയ് 1 മുതൽ C5-ൽ OTT ആയും സിനിമ ഇറങ്ങുന്നുണ്ട്. പാർട്ട് 3ന്റെ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ടൈലന്റ് കൂടി വെച്ചാണ് സിനിമ അവസാനിപ്പിച്ചത്. ഓരോ ക്യാരക്ടേഴ്സിനും ഫാൻ ബേസ് ഉള്ള ഈ സീരീസ് പാർട്ട് 3 സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റോട് കൂടി നിർത്തുമെന്നാണ് മിഥുൻ മനോൽ അറിയിച്ചിട്ടുള്ളത്. പിന്നെ ഇറങ്ങിയത് വാഴ 2 ആയിരുന്നു. ഏപ്രിൽ 10 റിലീസായ വാഴ 2 ഗംഭീര റെസ്പോൺസ് ആയിരുന്നു. ചിരിപ്പിച്ചും കരയിപ്പിച്ചും സിനിമ നമ്മളെ കയ്യിലെടുത്തു. 210 കോടിയിലധികമാണ് ഇതുവരെ സിനിമ കളക്ട് ചെയ്തത്. കേരളത്തിൽ നിന്ന് മാത്രം 112 കോടി. ഇൻഡസ്ട്രി ഹിറ്റിന്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന വാഴ 2 ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ റിലീസ് ചെയ്ത പടങ്ങളെയൊക്കെ ബഹുദൂരം പിന്നിലാക്കിയാണ് ഈ മൂവിയുടെ റൺ. സോഷ്യൽ മീഡിയ താരങ്ങളെയൊക്കെ സ്ക്രീനിൽ എത്തിച്ച് ഇത്രയും കളക്ഷൻ ഒക്കെ അടിക്കുക എന്നൊക്കെ പറഞ്ഞ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത മൂവിയാണ് മോഹിനിയാട്ടം. ഏപ്രിൽ 10 ഈ മൂവി റിലീസ് ചെയ്തത്. ബോക്സ് ഓഫീസ് പരാജയമായ ഭരതനാട്യം മൂവിയുടെ സെക്കൻഡ് പാർട്ട്. വാഴയുടെ കൊടുങ്കാറ്റിൽ അത്രമേൽ കത്തിപ്പടരാൻ പറ്റിയില്ലെങ്കിലും ലിമിറ്റഡ് സ്ക്രീൻ റിലീസ് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് 25 കോടിയിലധികം കളക്ട് ചെയ്തു കഴിഞ്ഞു. എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വാഴ 2വിനേക്കാൾ ചിരിക്കാൻ ഇതിലുണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗ് ടു എൻഡിംഗ് നമ്മളെ ചിരിപ്പിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞു. ഡാർക്ക് ഹ്യൂമർ ഇത്രയും യൂസ് ചെയ്ത ഒരു സിനിമ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ല. കൂടുതൽ സ്ക്രീനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സിനിമയും മിനിമം ഒരു 50 കോടിയെങ്കിലും അടിക്കുമെന്ന് നല്ല പ്രതീക്ഷ ഉണ്ട്. മിനിമം ഒരു 50 കോടിയെങ്കിലും ഇത് ഡിസേർവിംഗ് ആണ്. മൂകാംബിക സിനിമാറ്റിക് യൂണിവേഴ്സിൽ കിരീടം വെക്കാത്ത രാജാവായ ഭരതൻ നായർ ഇനിയും ഒരു 10 സിനിമ എടുക്കാനുള്ള വകുപ്പ് ബാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ സീക്വൽ ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുകളിൽ പറഞ്ഞ 3 സിനിമകളും 500 കോടിയിലധികമാണ് ബിസിനസ് നേടിയത്. ഇനി വരാനുള്ളത് മുപ്പര. ബോക്സ് ഓഫീസിന്റെ അടിവേര് വരെ ഇളക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു രാജാവ്. പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ എല്ലാവർക്കും. ദൃശ്യം 3 ഫേസ് ഓഫ് മലയാള സിനിമ. ഗ്ലോബലി മലയാള സിനിമയ്ക്ക് ഇത്രയധികം അംഗീകാരം കിട്ടാൻ കാരണമായ ഫ്രാഞ്ചൈസി. ദൃശ്യം 3 മെയ് 21 നമ്മളിലേക്ക് എത്തുകയാണ്. പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ അൾട്ടിമേറ്റ് ആണ്. ജോർജ് കുട്ടിയുടെ ജീവിതത്തിലെ മറ്റൊരു ചാപ്റ്ററിനായി കട്ട വെയിറ്റിംഗ് ആണ് എല്ലാവരും. പോസിറ്റീവ് റിപ്പോർട്ടാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും പൊട്ടിക്കാൻ അധിക ടൈം വേണ്ടിവരില്ല. ലാലേട്ടൻ സിനിമ വിത്ത് എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ട്. അതായിരിക്കും മലയാള ബോക്സ് ഓഫീസിന്റെ പീക്ക് പോയിന്റ് എന്നാണല്ലോ നമ്മൾ പറയുക. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ മലയാള സിനിമ സീക്വലിന്റെ പുറകെ പോകുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആട് 1 എടുത്താലും ഭരതനാട്യം എടുത്താലും ഒരു മോശം സിനിമ ആയിരുന്നില്ല. പക്ഷെ എങ്ങനെയോ അത് ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. പക്ഷെ OTT-ൽ ഇറങ്ങിയപ്പോ അതിലെ ക്യാരക്ടേഴ്സിനെ പ്രേക്ഷകർ ഏറ്റെടുത്തു. ആ ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു, അവരുടെ ക്യാരക്ടർ ഡെപ്ത് തന്നെയായിരുന്നു സെക്കൻഡ് പാർട്ട് എടുക്കാൻ അവരെ പ്രചോദിപ്പിച്ചത്. ഷാജി പാപ്പനെ ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ? സക്സസ് ആയ സിനിമകൾ എടുത്താലും ഇങ്ങനത്തെ ഭയങ്കര ഫാൻ ബേസ് ഉള്ള ക്യാരക്ടർ ആയിരിക്കും. അവരെയൊക്കെ വീണ്ടും കാണാൻ പ്രേക്ഷകർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇത്തരം സിനിമകൾ എടുക്കാൻ നടന്മാർക്കും വലിയ രീതിയിൽ ആഗ്രഹം ഉണ്ടാകും. പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്ത ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇതൊക്കെ. പ്രത്യേക ഫാൻ ബേസ് തന്നെ ഓരോരുത്തർക്കും ഉണ്ടാകും. എല്ലാ ക്യാരക്ടേഴ്സും ഓരോ ബ്രാൻഡായി മാറി. ഈ ബ്രാൻഡ് ഐഡന്റിറ്റി ഒക്കെ വീണ്ടും വീണ്ടും സീക്വൽ ഇറക്കാൻ ഡയറക്ടർമാരെയും പ്രൊഡ്യൂസർമാരെയും ആക്ടേഴ്സിനെയും ഒക്കെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ഫെമിലാരിറ്റി. ഒരു പടം ഇറങ്ങി അതിലെ ക്യാരക്ടർ ആൾക്കാർക്ക് നല്ല രീതിയിൽ കണക്ട് ആയാൽ അതിന്റെ ഒരു സീക്വൽ വന്നാൽ
ആൾക്കാർ നല്ല രീതിയിൽ സ്വീകരിക്കും. എല്ലാവർക്കും ഫെമിലിയർ ആയ ക്യാരക്ടർ ആയിരിക്കും. ഒരു നൊസ്റ്റാൾജിക് ഫാക്ടർ അതിലുണ്ടാവും. ഓഡിയൻസിന് സ്ട്രോങ് ആയ ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഓഡിയൻസിന് വളരെ കംഫർട്ട് ആയിരിക്കും സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ. ഒരു പുതിയ പടം കാണുമ്പോഴുള്ള പോലെ ആവില്ല സീക്വൽ കാണുമ്പോൾ കിട്ടുന്ന ഫീൽ. അതിലെ ക്യാരക്ടർ വളർന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ സീക്വൽ ഇറക്കാൻ കാരണമാണ്. ഓരോ ക്യാരക്ടേഴ്സും സീക്വൽ ഇറങ്ങുന്നതോടുകൂടി വളർന്നുകൊണ്ടിരിക്കുന്നു. ഇൻഡസ്ട്രിയിലും പ്രേക്ഷകരുടെ മനസ്സിലും ആ താരങ്ങളും ഡയറക്ടർമാരും ഒക്കെ പ്രത്യേക സ്ഥാനം നേടിയെടുക്കുന്നു. ഈ ട്രെൻഡ് ഇപ്പോ തുടങ്ങിയതാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? നമ്മുടെ സിനിമ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചാലോ? ആദ്യമായി ഈ ട്രെൻഡ് തുടങ്ങിയത് ആരായിരിക്കും? 1970 ഇറങ്ങിയ ഒതേനന്റെ മകൻ 1964 ഇറങ്ങിയ ഒതേനൻ സിനിമയുടെ സീക്വൽ ആയിരുന്നു. 1959 ഇറങ്ങിയ സിനിമയായിരുന്നു ആന വളർത്തിയ വാനമ്പാടി. അതിന്റെ തുടർച്ചയായി 1971 ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ വന്നു. 70-71 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ഈ രണ്ട് സിനിമകളായിരുന്നു സീക്വലിന്റെ തുടക്കം. നമുക്ക് കുറച്ച് സീക്വൽ സിനിമകളുടെ ലിസ്റ്റ് നോക്കിയാലോ? 1971 ഇറങ്ങിയ CID നസീർ ഡിറ്റക്റ്റീവ് സിനിമകളുടെ തുടക്കമായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷനായി 1972 ടാക്സിക്കാർ ഇറങ്ങി. CID ആയി നസീർ സാർ വീണ്ടും എത്തി. ഡിറ്റക്റ്റീവ് സ്റ്റോറി എടുത്ത് ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കാൻ ഈ സീക്വലിന് കഴിഞ്ഞു. 1973 വീണ്ടും ഈ ട്രയോളജിയിലെ മൂന്നാമത്തെ പാർട്ട് ഇറങ്ങി, പ്രേതങ്ങളുടെ തായ്വാരം. ഇപ്രാവശ്യം പ്രേം നസീറിന് പകരം രാഘവൻ സാർ ആയിരുന്നു നായകൻ. ആ യൂണിവേഴ്സിൽ നിന്ന് തന്നെ മറ്റൊരു ക്യാരക്ടർ മെയിൻ ആയിട്ടായിരുന്നു ഈ സിനിമ. അടുത്തൊരു വിഭാഗമായിരുന്നു മമ്മൂട്ടിയുടെ 1986 ഇറങ്ങിയ ആവനായി. IV ശശി ഡയറക്ട് ചെയ്ത സിനിമയിൽ ബൽറാമായി മമ്മൂട്ടി അവതരിപ്പിച്ചു. വലിയ സക്സസ് ആയ സിനിമയ്ക്ക് 1991 സീക്വൽ ഇറങ്ങി, ഇൻസ്പെക്ടർ ബൽറാം. അത് വീണ്ടും സക്സസ് ആവുകയും വീണ്ടും മൂന്നാമത്തെ പാർട്ട് ഇറങ്ങുകയും ചെയ്തു, ബൽറാം വേഴ്സസ് താരാദാസ്. പക്ഷെ ഈ സിനിമ ഒരു പരാജയമായി മാറി. പക്ഷെ ഈ ട്രയോളജിയിലെ ബൽറാം ക്യാരക്ടർ മമ്മൂട്ടിയുടെ കരിയറിന് കൊടുത്ത ഗ്രോത്ത് ചെറുതായിരുന്നില്ല. പോലീസ് വേഷത്തിൽ എത്തി മാസ് പരിവേഷം കൊടുക്കാൻ ഇതിന് കഴിഞ്ഞു. കോമഡി സിനിമകളുടെ സീക്വലിന്റെ ഒരു തുടക്കമായിരുന്നു സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത 1987 ഇറങ്ങിയ നാടോടിക്കാറ്റ്. മോഹൻലാലും ശ്രീനിവാസനും നമ്മുടെ ദാസനും വിജയനുമായി കളന്നിറങ്ങി വലിയ വിജയവും ലോങ് റണ്ണും ഒക്കെ സിനിമ നേടി. അതിന്റെ കണ്ടിന്യൂഷനായി 1988 പട്ടണപ്രവേശം റിലീസായി. CID ഓഫീസർ രാംദാസൻ വിജയൻ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തി. പ്രേക്ഷകർക്കിടയിൽ മോഹൻലാൽ ശ്രീനിവാസൻ കോമഡി പെയർ വലിയ രീതിയിൽ സ്വീകാര്യത നേടി. 1990 വീണ്ടും അവർ വന്നു, അക്കരെ അക്കരെ അക്കരെ. ഇപ്രാവശ്യം കേസ് അന്വേഷണത്തിന് US പറന്നു രണ്ടുപേരും. 3 സിനിമയും വലിയ സക്സസ് ആയിരുന്നു. രണ്ടുപേരും കൂടെ ചെയ്തു വെച്ച കോമഡി സീനുകൾ അത്രയ്ക്കും സൂപ്പർ ആയിരുന്നു. ഇപ്പോഴും TV വെക്കുമ്പോൾ ഈ പടമൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇരുന്ന് കാണാറില്ലേ? അടുത്തത് കേസ് അന്വേഷണത്തിന്റെ മറ്റൊരു തലത്തിലെത്തിച്ച ഒരു സീരീസ് ആയിരുന്നു ലെജൻഡറി CBI സീരീസ്. SN സ്വാമിയുടെ തിരക്കഥയിൽ K മധു സംവിധാനം ചെയ്ത 1988 ഇറങ്ങിയ ഒരു CBI ഡയറി കുറിപ്പ്. അതായിരുന്നു ഈ സീരീസിന്റെ തുടക്കം. സേതുരാമയ്യറായി മമ്മൂട്ടി തിളങ്ങി. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഒഴുകി. ഇതിന്റെ കണ്ടിന്യൂഷനായി 1989 ജാഗ്രത ഇറങ്ങി. സേതുരാമയ്യർ വീണ്ടും കേസ് അന്വേഷണത്തിലെത്തി. 2004 വീണ്ടും മമ്മൂട്ടി സേതുരാമയ്യർ CBI ആയി പ്രേക്ഷകരിലേക്ക് എത്തി. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായിരുന്നു സേതുരാമയ്യർ. അങ്ങനെ 2005 വീണ്ടും നേരറിയാൻ CBI റിലീസായി 4th പാർട്ട്. പിന്നെ ഈ അടുത്ത് 2022 CBI 5 ദ ബ്രെയിൻ റിലീസായി. ലാസ്റ്റ് പാർട്ട് കുറച്ച് മോശം റിവ്യൂ ഒക്കെ വന്നെങ്കിലും ആ ക്യാരക്ടറിന് ഇപ്പോഴും പ്രേക്ഷകരുടെ ഇടയിലുള്ള സ്ഥാനം സിനിമയുടെ സക്സസ് കാണിച്ചു തന്നു. മറ്റൊരു സിനിമയായിരുന്നു 1989 ഇറങ്ങിയ മാലാർ മത്തായി സ്പീക്കിംഗ്. മുകേഷ്, സായി കുമാർ, ഇന്നസെന്റ്, വിജയരാഘവൻ തുടങ്ങി ഒട്ടനവധി പ്രതിഭകൾ നമ്മളെ വന്ന് ചിരിപ്പിച്ചു. ഇതിന്റെ സീക്വൽ എന്ന രീതിയിൽ 1995 മാനാർ മത്തായി സ്പീക്കിംഗ് 2 റിലീസായി. 2014 വീണ്ടും ഈ ഫ്രാഞ്ചൈസിയിൽ നിന്നും മാനാർ മത്തായി സ്പീക്കിംഗ് 3rd പാർട്ടും ഇറങ്ങി. പക്ഷെ ബോക്സ് ഓഫീസിൽ ഇതൊരു പരാജയമായിരുന്നു. കോമഡി സിനിമകൾ സീക്വലായി ഇറക്കി വൻ ഹിറ്റ് അടിച്ച മറ്റൊരു ഫ്രാഞ്ചൈസി ആയിരുന്നു ഹരിഹർ നഗർ. 1990 ഹരിഹർ നഗർ ഇറങ്ങി. 2009 അതിന്റെ സെക്കൻഡ് പാർട്ട് ഇൻസ്റ്റാൾമെന്റ് ആയി സെക്കൻഡ് പാർട്ട് ഇറങ്ങി. തൊട്ടടുത്ത കൊല്ലം തന്നെ 3rd പാർട്ട് ഇൻഗോസ്റ്റ് ഹൗസിനും ഇറങ്ങി. അപ്പുക്കുട്ടൻ, തോമസ് ഊട്ടി, മഹാദേവൻ, ഗോവിന്ദൻകുട്ടി. മറക്കാൻ പറ്റുമോ? ഈ 4 പേരെ വെച്ച് വീണ്ടും ഒരു പടം വരുന്നുണ്ടെന്ന് ഈ അടുത്തൊരു റൂമർ ഉണ്ടായിരുന്നു. വേറെ ഒരു മാസ് ആൻഡ് ക്ലാസ് മൂവിയായിരുന്നു ദേവാസുരം. അതിന്റെ സീക്വലായി രാവണപ്രഭു ഇറങ്ങി. മോഹൻലാലിനെ ഇത്രയും മാസ് ലുക്കിൽ കണ്ട വേറൊരു സിനിമയില്ല. പാട്ടുകളും ഡയലോഗുകളും ഒക്കെയായി ഉത്സവം തന്നെയായിരുന്നു ഈ സിനിമ. ഈ അടുത്ത് രാവണപ്രഭു റിലീസ് വരെയായി. 1991 ഇറങ്ങിയ കിലുക്കത്തിന് 2006 കിലുക്കം കിലുകിലുക്കം എന്ന സീക്വൽ ഇറങ്ങി. മോഹൻലാൽ ജഗതി കൂട്ടുകെട്ടിൽ കഥ പറഞ്ഞ കിലുക്കം മലയാള കോമഡി സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിച്ചു. അതേപോലെ 2010 റിലീസായ മമ്മൂട്ടിയുടെ മാസ് സിനിമ പൊക്കിരാജയ്ക്ക് 2019 മധുരരാജ സിനിമ സീക്വലായി ഇറക്കി. രണ്ടും ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. 2013-17 കാലഘട്ടങ്ങളിലായി ആസിഫ് അലിയുടെ ഹണീബി പാർട്ട് 1 പാർട്ട് 2 ഇറങ്ങി. 2016-18 കാലഘട്ടങ്ങളിലായി ജയസൂര്യയുടെ പ്രേതം 1 പ്രേതം 2 ഇറങ്ങി. ഹൊറർ കോമഡി സിനിമ 2 പാർട്ടാക്കി ഇറക്കി സക്സസ് ആക്കാൻ പറ്റി ഈ ടീമിന്. പിന്നെ 2013 ഇറങ്ങിയ ദൃശ്യം സീരീസ് ഒരു ഹൈപ്പ് പോലും ഇല്ലാതെ തുടർച്ചയായി ബോക്സ് ഓഫീസിൽ കയ്പ് നുണഞ്ഞുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ജോർജ് കുട്ടിയായി മോഹൻലാൽ അവതരിച്ചത്. മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ അവിടെ ഉണർന്നു. 75 കോടിയോളം വേൾഡ് വൈഡ് ദൃശ്യം കളക്ട് ചെയ്തു. മലയാള സിനിമയുടെ കളക്ഷന്റെ ഗ്രോത്തിന്റെ ഒരു ട്രിഗറിംഗ് സിനിമയായിരുന്നു അത്. 2021 ദൃശ്യം 2 വന്നെങ്കിലും കോവിഡ് ഒക്കെ കാരണം ആമസോൺ പ്രൈമിലായിരുന്നു
ആയിരുന്നു സിനിമ റിലീസായത്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് തിയേറ്ററിൽ ഇറക്കിയിരുന്നെങ്കിൽ മറ്റൊരു പീക്ക് പോയിന്റ് നമുക്ക് കാണാൻ പറ്റിയേനെ. പ്രൊഡ്യൂസറിന് വന്ന പ്രഷറൊക്കെ ആകണം ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചത്. ഇനി അടുത്ത മാസം ദൃശ്യം 3 ഇറങ്ങാൻ പോകുന്നു. എക്സ്പെക്ടേഷൻ ഈസ് ഹ്യൂജ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതുപോലെ ആയിരുന്നു 2019 ഇറങ്ങിയ ലൂസിഫർ. 130 കോടിയോളം കളക്ഷനും 200 കോടിയോളം ബിസിനസ്സും ഉണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞു. 2025 എമ്പുരാൻ ഇറക്കി 265 കോടിയോളം കളക്ഷൻ മാത്രം ബോക്സ് ഓഫീസിൽ ഇതുവരെ. ഏകദേശം 14 കോടിയിൽ കൂടുതൽ ഫസ്റ്റ് ഡേ കേരളത്തിൽ നിന്ന് മാത്രം നേടാൻ എമ്പുരാനായി. ന്യൂ ഹിസ്റ്ററി ആയിരുന്നു അത്. ലിയോ ഉണ്ടാക്കി വെച്ച 12 കോടിയാണ് അവിടെ ബ്രേക്ക് ചെയ്യപ്പെട്ടത്. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ കാര്യമെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയിലും ചിത്രം മറ്റൊന്നുമല്ല. കന്നഡ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബിഗ് ഹിറ്റായ 2 മൂവി തന്നെ നമുക്ക് എടുത്തു നോക്കാം. 2018 KGF പാർട്ട് 1 ഇറങ്ങിയപ്പോ 250 കോടിയാണ് സിനിമ കളക്ട് ചെയ്തത്. എന്നാൽ 2022 പാർട്ട് 2 ഇറങ്ങിയപ്പോഴോ 1200 കോടിയിൽ കൂടുതൽ സിനിമ കളക്ട് ചെയ്തു. പാർട്ട് 3 കൂടെ ഉണ്ടാവുമെന്ന് സിനിമയിൽ കാണിച്ചു. 2022 കാന്താര ഇറങ്ങിയപ്പോ സിനിമ 400 കോടിയിൽ കൂടുതൽ കളക്ട് ചെയ്തിരുന്നു. എന്നാൽ 2025 കാന്താര പ്രീക്വൽ ഇറക്കിയപ്പോ 850 കോടിയാണ് സിനിമയ്ക്ക് കിട്ടിയത്. ഓൾമോസ്റ്റ് ഡബിൾ. പാർട്ട് 2 ഇറക്കിയപ്പോ കിട്ടുന്ന ബൂസ്റ്റ് ഇവിടെ വ്യക്തമാണ്. തെലുങ്ക് ഇൻഡസ്ട്രിയിലേക്ക് നോക്കിയാൽ 2015 ബാഹുബലി സിനിമ റിലീസായി. ഇന്ത്യൻ സിനിമയുടെ തലവര തന്നെ മാറ്റിയ സിനിമ. പല ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്കും പ്രചോദനമായ സിനിമ. പ്രഭാസിന്റെ കരിയർ തന്നെ ചേഞ്ച് ചെയ്ത സിനിമ. ഏകദേശം 650 കോടിയായിരുന്നു സിനിമ കളക്ട് ചെയ്തത്. എന്നാൽ പാർട്ട് 2 റിലീസായപ്പോൾ കിട്ടിയ കളക്ഷൻ 1800 കോടിയിൽ കൂടുതലായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പുഷ്പ. അല്ലു അർജുൻ ഹിന്ദി മാർക്കറ്റിൽ അത്രയും ഹൈപ്പ് ഉണ്ടാക്കാൻ പുഷ്പയ്ക്ക് സാധിച്ചു. പുഷ്പ 1 400 കോടി കളക്ട് ചെയ്തപ്പോൾ പുഷ്പ 2 1700 കോടിയിലധികം കളക്ട് ചെയ്തു. ഇവിടെയൊക്കെ മറ്റു പല സിനിമകളും സീക്വലായി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും വലിയ ഹിറ്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി തമിഴ്നാട്ടിലേക്ക് വന്നാൽ 2022 ഇറങ്ങിയ പൊന്നിയൻ സെൽവൻ പാർട്ട് 1 500 കോടിയിലധികം കളക്ട് ചെയ്തപ്പോ പാർട്ട് 2 350 ഒതുങ്ങി. സൂര്യയുടെ സിംഗം സീരീസും ലോറൻസിന്റെ കാഞ്ചനയും ഒക്കെ സീക്വലായി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ ലോകേഷ് ഒക്കെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതും അവിടുത്തെ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ ഒരുമിച്ചുകൊണ്ട്. ഇനി ബോളിവുഡ് എടുത്തു നോക്കിയാൽ ആദ്യ സ്ഥാനം തന്നെ ദുരന്തറിനായിരിക്കും. 2025 ദുരന്തർ ഇറക്കി 1300 കോടി നേടിയപ്പോ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും പാർട്ട് 2 ഇറക്കി 1700 കോടി നേടി. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. ബുൽബുലയ സീരീസ്, സിംഗം സീരീസ്, ദൃശ്യം സീരീസ്, ദബാങ്, അനിമൽ തുടങ്ങി ഒട്ടനവധി സീക്വൽ പരമ്പരകൾ ഇവിടെ ഉണ്ട്. എല്ലാത്തിനും പ്രത്യേക ഫാൻ ബേസും ഉണ്ട്. ഹോളിവുഡ് ഒക്കെ എടുത്തു നോക്കിയാൽ പറയാനേ ടൈം കാണുള്ളൂ. അത്രയും സിനിമകൾ. മാർവൽ യൂണിവേഴ്സ് മുതൽ പല സിനിമകൾ. അത്രയ്ക്കും ഫാൻ ബേസ് ഉള്ള വേറെ ഒരു ഫ്രാഞ്ചൈസി തന്നെ ഇല്ല. ഇത്തരത്തിൽ ഏത് ഇൻഡസ്ട്രി എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിന് സീക്വൽ മൂവീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മോളിവുഡിൽ നമ്മൾ പറഞ്ഞു പറ്റിച്ച ഒരു സിനിമ കൂടെയുണ്ട്. സിനിമ ഇറങ്ങുന്നതിന് മുന്നേയും ട്രെയിലറിലും തിയേറ്ററിലും ഇറക്കിയപ്പോഴും ഒക്കെ ഒരു പ്രീക്വൽ ഉണ്ടെന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച സിനിമ ജനഗണമന. പ്രീക്വൽ ആണെന്ന് പറഞ്ഞ് ഒരു ബ്ലാസ്റ്റ് സീൻ ട്രെയിലറിൽ കാണിച്ചു. അത് സിനിമയിൽ പോലുമില്ലാതെ അത് സെക്കൻഡ് പാർട്ടിന്റെ ആണെന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നിട്ട് പടം വലിയ രീതിയിൽ സക്സസ് ആയതിനു ശേഷം സീക്വലും ഇല്ല, പ്രീക്വലും ഇല്ല. സുരാജ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ തമാശ രൂപേണ പറയുന്നുണ്ട് ഡയറക്ടർ നമ്മളെ പറ്റിച്ചതാണെന്ന്. അതിന് സെക്കൻഡ് പാർട്ട് ഇറക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഇതുപോലെയുള്ള ഫേക്ക് അനൗൺസ്മെന്റുകൾ ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലെ തന്നെ സീക്വൽ ഇറക്കി പടം പൊട്ടിയാൽ അത് മൊത്തത്തിൽ ഫസ്റ്റ് പാർട്ടിന്റെ വില തന്നെ ഇല്ലാതാക്കാനുള്ള സാധ്യതകളുമുണ്ട്. വെറുതെ ഒരു കഥ പോലും ഇല്ലാതെ ഫസ്റ്റ് പാർട്ട് ഇറക്കി അതിലൊരു സെക്കൻഡ് പാർട്ടിന്റെ ടെയിൽ എൻഡും കൊടുത്ത് ഇറക്കുന്ന സിനിമകളുമുണ്ട്. ഭയം, ഭക്തി, ബഹുമാനം, ബബ്ബബ്ബ ഇത് അതിനൊരു ഉദാഹരണമാണ്. എന്തിനാണാവോ ഇതിനൊക്കെ പാർട്ട് 2. പലപ്പോഴും പ്രൊഡ്യൂസർമാരുടെ നിർബന്ധത്തിനായിരിക്കും ഇത്തരം സിനിമകൾ ടെയിൽ എൻഡിൽ ഇങ്ങനെ കാണിക്കുന്നത്. മറ്റൊരു കാര്യമാണ് സിനിമകൾ തമ്മിലുള്ള ഗ്യാപ്പ്. ദുരന്തർ 1 and 2 ചെറിയ മാസങ്ങളുടെ ഗ്യാപ്പിലാണ് ഇറങ്ങിയത്. വളരെ താമസിപ്പിക്കാതെ പ്രേക്ഷകരെ ക്യാരക്ടറുമായി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാതെ ഇറക്കുന്നതാണ് നല്ലത്. അപ്പോഴേ ആ ടച്ച് നഷ്ടപ്പെടാതെ ഇരിക്കുള്ളൂ. അങ്ങനെ ഇറക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 50 കോടി സ്വപ്നം കണ്ട മലയാള ഇൻഡസ്ട്രി ഇപ്പോ 300 കോടി വരെ എത്തിയിരിക്കുന്നു. ഇനിയും പലതരം സിനിമകൾ വരും. ഡയറക്ടേഴ്സ് ഇംപ്രൂവ് ആകും. ടെക്നോളജിയിൽ ഗ്രോത്ത് ഉണ്ടാവും. ഈ സീക്വൽ സിനിമകൾ വ്യവസായത്തെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുമെന്നാണ് എന്നെ പോലുള്ള ഒരു സിനിമ ലവറിന്റെ പ്രതീക്ഷ. ഇവിടെ റെക്കോർഡുകൾ പറക്കുന്നത് കണ്ടന്റ് വെച്ചാണ്. തുടരും വന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് കൈയടക്കി വെച്ചിരുന്നപ്പോഴാണ് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ലോക വന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചത്. അത് കഴിഞ്ഞിപ്പോ വാഴ 2 വന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ പോകുന്നു. സ്റ്റാർ വാല്യൂവിനുപരി കണ്ടന്റിനാണ് മലയാളി പ്രേക്ഷകർ അംഗീകാരം കൊടുക്കുന്നത്. മറ്റു ഇൻഡസ്ട്രിയുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. നമുക്കൊരു മോഹൻലാലോ മമ്മൂട്ടിയോ മാത്രമല്ലെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഏതാണ് പേഴ്സണലായി ഇഷ്ടപ്പെട്ട സീക്വൽ മൂവി? നിങ്ങൾ ഇനി ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷനോട് കൂടി കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? എനിക്കത് ദൃശ്യം 3 ആണ്. ദൃശ്യം 3 വിത്ത് പോസിറ്റീവ് റിപ്പോർട്ട്. ബോക്സ് ഓഫീസ് ബൂം. ദൃശ്യം 3 എത്ര കോടി കളക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. വി ആർ ഹേസന സൈനിങ് ഓഫ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് ആൻഡ് സ്റ്റേ സിനിമാറ്റിക്.